ഹായ് നമസ്കാരം. എഡുഹോപ്പ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള ഇന്ത്യയിലെ നദികളെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയും ചെയ്യുക. ഇന്ത്യയിലെ നദികളെ ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ നദികളെ ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് ആദ്യം ഹിമാലയൻ നദികളെക്കുറിച്ച് പഠിക്കാം. ഹിമാലയൻ നദികളെ ട്രാൻസ് ഹിമാലയൻ നദികൾ, ഹിമാലയൻ നദികൾ എന്നിങ്ങനെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഹിമാലയൻ നദികളെ ട്രാൻസ് ഹിമാലയൻ നദികളെന്നും ഹിമാലയൻ നദികളെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്ക് പുറത്തുള്ള ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ കടന്ന് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികളെയാണ് ട്രാൻസ് ഹിമാലയൻ നദികളെന്ന് പറയപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ്. ട്രാൻസ് ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് സിന്ധു, ബ്രഹ്മപുത്ര, സത്ലജ്. ഇന്ത്യൻ ഭൂപ്രദേശത്തുള്ള ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികളെയാണ് ഹിമാലയൻ നദികളെന്ന് വിളിക്കുന്നത്. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണം ഗംഗ, യമുന. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് ഗംഗയും യമുനയും. ഇനി നമുക്ക് ആദ്യമായി ട്രാൻസ് ഹിമാലയൻ നദികൾ ഓരോന്നായി ഒന്ന് പഠിക്കാം. സിന്ധു നദി. സിന്ധു നദിയുടെ ഉത്ഭവം ബൊഗാർചു ഗ്ലേസിയർ. തിബറ്റിലെ ബൊഗാർചു ഗ്ലേസിയറിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഓർക്കുക, തിബറ്റിലെ ബൊഗാർചു ഗ്ലേസിയറിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധു നദിയുടെ ആകെ നീളം 3180 കിലോമീറ്റർ. സിന്ധു നദിയുടെ ആകെ നീളമാണ് 3180. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്ററാണ്. ഹിമാലയൻ നദികളിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. ഹിമാലയൻ നദികളിലെ ഏറ്റവും വലിയ നദി സിന്ധു നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദി. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഹിമാലയൻ നദികളിലെ ഏറ്റവും വലിയ നദി, ഹിമാലയൻ നദികളിൽ ഏറ്റവും പടിഞ്ഞാറായി ഒഴുകുന്ന നദി, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക ഇന്ത്യൻ നദി. ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക ഇന്ത്യൻ നദിയാണ് സിന്ധു നദി. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ നദിയാണ് സിന്ധു നദി. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ നദി സിന്ധു നദി. സിന്ധു എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം സമുദ്രം. സിന്ധു എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥമാണ് സമുദ്രം. സിന്ധു നദി തിബറ്റിൽ അറിയപ്പെടുന്നത് സിംഗി കമ്പൻ. സിംഗി കമ്പൻ എന്നാണ് തിബറ്റിൽ സിന്ധു നദി അറിയപ്പെടുന്നത്. സിംഗി കമ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലയൺസ് മൗത്ത്. ലയൺസ് മൗത്ത് എന്നാണ് സിംഗി കമ്പൻ എന്ന വാക്കിൻ്റെ അർത്ഥം. പാകിസ്ഥാൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി. പാകിസ്ഥാൻ്റെ ജീവൻ രേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി. പാകിസ്ഥാൻ്റെ ദേശീയ നദിയും സിന്ധു നദിയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി എന്നറിയപ്പെടുന്നതും സിന്ധു നദിയാണ്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു നദി. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദി. സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിൽ വെച്ച്. ലഡാക്കിൽ വെച്ചാണ് സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദി ഒഴുകുന്ന ഏക പട്ടണം ലേ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ പട്ടണമാണ് ലേ. സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സെൻഹെഡിൻ. സെൻഹെഡിനാണ് സിന്ധു നദിയുടെ ഉത്ഭവം കണ്ടെത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്.
ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും തമ്മിലാണ് സിന്ധു നദീജല കരാർ ഒപ്പിട്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന അയൂബ് ഖാനും തമ്മിലാണ് 1960 സെപ്റ്റംബർ 19 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നതിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക്. ലോകബാങ്കാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നതിന് മധ്യസ്ഥത വഹിച്ചത്. സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് കിട്ടിയ നദികൾ സത്ലജ്, ബിയാസ്, രവി. സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളിലാണ് ഇന്ത്യക്ക് അവകാശം കിട്ടിയത്. അതുപോലെ തന്നെ പാകിസ്ഥാന് അവകാശം കിട്ടിയ നദികളാണ് സിന്ധു, ജലം, ചിനാബ്. സിന്ധു, ജലം, ചെനാബ് എന്നീ നദികളാണ് പാകിസ്ഥാന് കിട്ടിയത്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് പഞ്ചാബ്. സിന്ധു ഡോൾഫിൻ്റെ സെൻസസ് എടുത്ത ആദ്യ സംസ്ഥാനം പഞ്ചാബ്. സിന്ധു ഡോൾഫിൻ്റെ സെൻസസ് എടുത്ത ആദ്യത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. സിന്ധു നദിയിൽ പാകിസ്ഥാൻ നിർമ്മിച്ച അണക്കെട്ട് ടർബേല അണക്കെട്ട്. സിന്ധു നദിയിൽ പാകിസ്ഥാൻ നിർമ്മിച്ച അണക്കെട്ടാണ് ടർബേല അണക്കെട്ട്. സിന്ധു നദി കടലിൽ പതിക്കുന്നത് കറാച്ചിയിൽ വെച്ച്. കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദി അറബിക്കടലിൽ പതിക്കുന്നത്. ഇനി നമുക്ക് സിന്ധു നദിയുടെ പോഷക നദികൾ ഓരോന്നായി ഒന്ന് പഠിക്കാം. സത്ലജ് നദി. സത്ലജ് നദി ഉത്ഭവം രക്ഷാസ്ഥൽ തടാകം, തിബറ്റ്. തിബറ്റിലെ രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. സത്ലജ് നദിയുടെ ആകെ നീളം 1450 കിലോമീറ്റർ. 1450 കിലോമീറ്ററാണ് സത്ലജ് നദിയുടെ ആകെ നീളം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സത്ലജ്. സിന്ധു നദിയുടെ ഏറ്റവും തെക്കായി ഒഴുകുന്ന പോഷക നദി. സിന്ധു നദിയുടെ ഏറ്റവും തെക്കായി ഒഴുകുന്ന പോഷക നദിയാണ് സത്ലജ് നദി. സിന്ധു നദിയുടെ പോഷക നദികളിൽ തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏക പോഷക നദിയാണ് സത്ലജ് നദി. ഓർക്കുക, സിന്ധു നദിയുടെ പോഷക നദികളിൽ തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏക പോഷക നദിയാണ് സത്ലജ് നദി. സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ചുരം ഷിപ്കില ചുരം. ഷിപ്കില ചുരം വഴിയാണ് സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സത്ലജ് നദിയുടെ പുരാതന പേര് ശതാദ്രു. സത്ലജ് നദിയുടെ പുരാതന നാമമാണ് ശതാദ്രു. യൂറോപ്യൻ രേഖകളിൽ സത്ലജ് നദി അറിയപ്പെടുന്നത് ഹെസിഡ്രോസ്. യൂറോപ്യൻ രേഖകളിൽ സത്ലജ് നദി അറിയപ്പെടുന്നത് ഹെസിഡ്രോസ് എന്നാണ്. എന്നിട്ട് നമുക്ക് നോക്കാം. സത്ലജ് നദി പുരാതന കാലത്ത് അറിയപ്പെടുന്ന പേരാണ് ശതാദ്രു. അതുപോലെ തന്നെ യൂറോപ്യൻ രേഖകളിൽ സത്ലജ് നദി അറിയപ്പെടുന്നത് ഹെസിഡ്രോസ് എന്നാണ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് നദി. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സത്ലജ് നദിയാണ്. ഫക്രാനങ്കൽ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി സത്ലജ് നദി. സത്ലജ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടാണ് ഫക്രാനങ്കൽ അണക്കെട്ട്. നാപ്ത ചാക്രി പവർ പ്രോജക്റ്റ്, കർച്ചം വാങ്ടു പവർ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി. ഓർക്കുക, നാപ്ത ചാക്രി പവർ പ്രോജക്റ്റും കർച്ചം വാങ്ടു പവർ പ്രോജക്റ്റും സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സത്ലജ് നദിയാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ് നദി. ഫക്രാനങ്കൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചാലും സത്ലജ് നദിയാണ്. അതുപോലെ തന്നെ നാപ്ത ചാക്രി പവർ പ്രോജക്റ്റ്, കർച്ചം വാങ്തു പവർ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് സത്ലജ് നദി. സത്ലജ് നദി പതിക്കുന്നത് ചെനാബ് നദിയിൽ. ചെനാബ് നദിയിലാണ് സത്ലജ് നദി പതിക്കുന്നത്. ചലം നദി. ചലം നദിയുടെ ഉത്ഭവം വെരിനാഗ് ഗ്ലേസിയർ. വെരിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ് ചലം നദി ഉത്ഭവിക്കുന്നത്. ചലം നദിയുടെ ആകെ നീളം 720 കിലോമീറ്റർ. ചലം നദിയുടെ ആകെ നീളമാണ് 720 കിലോമീറ്റർ. കാശ്മീർ വാലിയിലൂടെ ഒഴുകുന്ന നദി. കാശ്മീർ വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ചലം. ചലം നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണം ശ്രീനഗർ. ചലം നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണമാണ് ശ്രീനഗർ. ചലം നദിയുടെ പുരാതന നാമം വിദാസ്ത. ചലം നദിയുടെ പുരാതന നാമമാണ് വിദാസ്ത.
ചലം നദി യൂറോപ്യൻ രേഖകളിൽ അറിയപ്പെടുന്നത് ഹൈഡാസ്പസ്. ചലം നദി യൂറോപ്യൻ രേഖകളിൽ അറിയപ്പെടുന്നത് ഹൈഡാസ്പസ് എന്നാണ്. ഒന്നും കൂടി നമുക്ക് നോക്കാം. ചലം നദിയുടെ പുരാതന നാമം വിദാസ്ത. അതുപോലെ തന്നെ ചലം നദി യൂറോപ്യൻ രേഖകളിൽ അറിയപ്പെടുന്നത് ഹൈഡാസ്പസ് എന്നാണ്. BC 326 അലക്സാണ്ടറും പോറസും തമ്മിലുള്ള ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ചലം നദിയുടെ തീരത്താണ്. ഓർക്കുക, BC 326 ഹൈഡാസ്പസ് യുദ്ധം, അലക്സാണ്ടറും പോറസും തമ്മിലുള്ള ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ചലം നദിയുടെ തീരത്താണ്. കിഷൻഗംഗ പവർ പ്രോജക്റ്റ്, ഉറി പവർ പ്രോജക്റ്റ്, തുൾബുൾ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചലം നദിയിലാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. കിഷൻഗംഗ പവർ പ്രോജക്റ്റ്, ഉറി പവർ പ്രോജക്റ്റ്, തുൾബുൾ പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചലം നദിയാണ്. ചലം നദിയുടെ പ്രധാന പോഷക നദി കിഷൻഗംഗ. ചലം നദിയുടെ പ്രധാന പോഷക നദിയാണ് കിഷൻഗംഗ. ചലം നദി പതിക്കുന്നത് ഊളാർ തടാകത്തിൽ. ഊളാർ തടാകത്തിലാണ് ചലം നദി പതിക്കുന്നത്. ചിനാബ് നദി. ചിനാബ് നദിയുടെ ഉത്ഭവം ബാരാലപ്ച പാസ്, ഹിമാചൽ പ്രദേശ്. ബാരാലപ്ച പാസ് ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ചെനാബ് നദി ഉത്ഭവിക്കുന്നത്. ചെനാബ് നദിയുടെ ആകെ നീളം 960 കിലോമീറ്റർ. 960 കിലോമീറ്ററാണ് ചിനാബ് നദിയുടെ ആകെ നീളം. ചിനാബ് നദിയുടെ പുരാതന നാമം അശ്കിനി. ചിനാബ് നദിയുടെ പുരാതന നാമമാണ് അശ്കിനി. യൂറോപ്യൻ രേഖകളിൽ ചിനാബ് നദി അറിയപ്പെടുന്നത് അസിസീനസ്. യൂറോപ്യൻ രേഖകളിൽ ചിനാബ് നദി അറിയപ്പെടുന്നത് അസിസീനസ് എന്നാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ചിനാബ് നദിയുടെ പുരാതന നാമമാണ് അശ്കിനി. അതുപോലെ തന്നെ യൂറോപ്യൻ രേഖകളിൽ ചിനാബ് നദി അറിയപ്പെടുന്നത് അസിസീനസ് എന്നാണ്. ചിനാബ് നദിയുടെ പോഷക നദികൾ ചന്ദ്രഭാഗ. ചന്ദ്രഭാഗ എന്നീ പോഷക നദികൾ ഏത് നദിയുടെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ചിനാബ് നദിയുടെയാണ്. ചിനാബ് നദിയുടെ പോഷക നദികളാണ് ചന്ദ്രഭാഗ. ദുൽഗസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ചെനാബ്. ദുൽഗസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചെനാബ് നദി. ബെഗ്ലിഹാർ അണക്കെട്ട്, സലാൽ അണക്കെട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. ഓർക്കുക, ചെനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അണക്കെട്ടുകളാണ് ബെഗ്ലിഹാർ അണക്കെട്ട്, സലാൽ അണക്കെട്ട്. ചെനാബ് നദിയുടെ പതനം സത്ലജ് നദി. ചെനാബ് നദി പതിക്കുന്നത് സത്ലജ് നദിയിലാണ്. രവി നദി. രവി നദിയുടെ ഉത്ഭവം കുല്ലു ഹിൽസ്, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ റോക്താം ചുരത്തിനടുത്തുള്ള കുല്ലു ഹിൽസിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. നമുക്ക് നോക്കാം. ഹിമാചൽ പ്രദേശിലെ റോക്താം പാസിനടുത്തുള്ള കുല്ലു ഹിൽസിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. രവി നദിയുടെ ആകെ നീളം 720 കിലോമീറ്റർ. രവി നദിയുടെ ആകെ നീളം 720 കിലോമീറ്ററാണ്. രവി നദിയുടെ പുരാതന നാമം പരുശിനി. രവി നദി പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് പരുശിനി എന്നാണ്. ഓർക്കുക, രവി നദിയുടെ പുരാതന നാമമാണ് പരുശിനി. യൂറോപ്യൻ രേഖകളിൽ രവി നദി അറിയപ്പെട്ടിരുന്നത് ഹൈഡ്രോറ്റിസ്. യൂറോപ്യൻ രേഖകളിൽ രവി നദി അറിയപ്പെടുന്നത് ഹൈഡ്രോയേറ്റിസ് എന്നാണ്. ഐരാവതി എന്നും ലാഹോറിലെ നദി എന്നും അറിയപ്പെടുന്ന നദി രവി നദി. ഐരാവതി എന്നും ലാഹോറിലെ നദി എന്നും അറിയപ്പെടുന്ന നദിയാണ് രവി നദി. നമുക്ക് ഒന്നും കൂടി നോക്കാം. രവി നദിയുടെ പുരാതന നാമം പരുശിനി. യൂറോപ്യൻ രേഖകളിൽ രവി നദി അറിയപ്പെട്ടിരുന്നത് ഹൈഡ്രോയേറ്റിസ് എന്നാണ്. അതുപോലെ തന്നെ ഐരാവതി എന്നും ലാഹോറിലെ നദിയെന്നും അറിയപ്പെടുന്ന നദിയാണ് രവി നദി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി നദി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദിയാണ് രവി നദി. ഹാരപ്പ സംസ്കാരം സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഹാരപ്പ സംസ്കാരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. നമ്മൾ ആദ്യം പറഞ്ഞു മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് സിന്ധു നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും സ്മാരകം സ്ഥിതി ചെയ്യുന്ന നദീതീരം രവി. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും സ്മാരകം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി. തെയിൻ ഡാം അല്ലെങ്കിൽ രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. ഒന്നുകൂടി നോക്കാം. തെയിൻ ഡാം അല്ലെങ്കിൽ
രഞ്ജിത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. രവി നദിയുടെ പതനം ചിനാബ് നദി. ചിനാബ് നദിയിലാണ് രവി നദി പതിക്കുന്നത്. ബിയാസ് നദി. ബിയാസ് നദിയുടെ ഉത്ഭവം റോഹ്താങ് പാസ്, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് പാസിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. ബിയാസ് നദിയുടെ ആകെ നീളം 470 കിലോമീറ്റർ. ബിയാസ് നദിയുടെ ആകെ നീളമാണ് 470 കിലോമീറ്റർ. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് നദി. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ പോഷക നദിയാണ് ബിയാസ്. പുരാതന കാലത്ത് ബിയാസ് നദി അറിയപ്പെടുന്നത് ബിബാസ. പുരാതന കാലത്ത് ബിയാസ് നദി അറിയപ്പെടുന്നത് ബിബാസ എന്നാണ്. യൂറോപ്യൻ രേഖകളിൽ ബിയാസ് നദി അറിയപ്പെടുന്നത് ഹൈഫാസിസ്. യൂറോപ്യൻ രേഖകളിൽ ബിയാസ് നദി അറിയപ്പെടുന്നത് ഹൈഫാസിസ് എന്നാണ്. നമുക്കൊന്നുകൂടി നോക്കാം. പുരാതന കാലത്ത് ബിയാസ് നദി അറിയപ്പെടുന്നത് ബിബാസ എന്നും യൂറോപ്യൻ രേഖകളിൽ ബിയാസ് നദി അറിയപ്പെടുന്നത് ഹൈഫാസിസ് എന്നുമാണ്. രവി ബിയാസ് നദീജല കരാർ നിലവിൽ വന്ന വർഷം 1986. 1986 രവി ബിയാസ് നദീജല കരാർ നിലവിൽ വന്നത്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ബിയാസ് നദി. ബിയാസ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ബിയാസ് നദി പതിക്കുന്നത് സത്ലജ് നദിയിൽ. സത്ലജ് നദിയിലാണ് ബിയാസ് നദി പതിക്കുന്നത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഇന്ത്യയിലെ നദികൾ എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 1 ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനബിൾ ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.